യുഎഇയുടെ പുതിയ യുവജന വകുപ്പ് മന്ത്രിയെ പ്രഖ്യാപിച്ചു. ദേശീയ നായകനും ബഹിരാകാശ യാത്രികനുമായ സുൽത്താൻ അൽ നയാദിയാണ് യുഎഇയുടെ പുതിയ യുവജന വകുപ്പ് മന്ത്രി. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ന് നടത്തിയ പ്രഖ്യാപനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുവജനങ്ങളിൽ നിന്നും ലഭിച്ച അപേക്ഷകളിൽ നിന്നാണ് തീരുമാനം. 6 മാസത്തെ ബഹിരാകാശ ദൗത്യം പൂർത്തീകരിച്ച് സെപ്റ്റംബർ 4-നാണ് സുൽത്താൻ അൽ നയാദിയും മറ്റ് ശാസ്ത്രജ്ഞരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും മടങ്ങിയത്. പുതിയ ഉത്തരവാദിത്തത്തിന് പുറമെ നയാദി തന്റെ ശാസ്ത്ര ബഹിരാകാശ ചുമതലകൾ നിർവഹിക്കുന്നത് തുടരുമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. കൂടാതെ സുൽത്താൻ അൽ നയാദിക്ക് ആശംസകളും നേർന്നു. 186 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യത്തെ അറബ് ബഹിരാകാശ സഞ്ചാരി എന്ന നിലയിൽ നയാദി ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. 6 മാസം നീണ്ട ബഹിരാകാശ ദൗത്യത്തിൽ 200-ലേറെ പരീക്ഷണങ്ങളാണ് നയാദി നടത്തിയത്. യുവജന മന്ത്രിക്ക് പുറമെ 4 നിയമനങ്ങൾ കൂടി ഷെയ്ഖ് മുഹമ്മദ് പ്രഖ്യാപിച്ചു. ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സാമ്പത്തിക കാര്യങ്ങളുടെ ഉപപ്രധാനമന്ത്രിയാകും. മുഹമ്മദ് ബിൻ മുബാറക് ഫാദൽ അൽ മസ്രൂയെ പ്രതിരോധകാര്യ സഹമന്ത്രിയായും മന്ത്രിസഭാംഗമായും നിയമിച്ചു. 2024 ഒരു നല്ല വർഷമായിരിക്കുമെന്നും എമിറേറ്റ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരവും മഹത്തരവുമായ വർഷമായിരിക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ആശംസിച്ചു.